സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ദീർഘദണ്ഡനമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർദ്ധം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദ്ദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ശ്രീഗുരുവായൂരപ്പ ശരണം, ശ്രീഗുരുവായൂരപ്പ ശരണം. ശ്രീ അമ്പലപ്പുഴ പാർത്ഥസാരഥയേ ശരണം. സുഹൃത്തുക്കളായ പ്രിയ സജ്ജനങ്ങളെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമം കൊണ്ട് പരിശുദ്ധവും പ്രസിദ്ധവുമായ ഈ പുണ്യദേശത്ത് പെരുന്തട്ട ശ്രീ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ഗുരുവായൂരപ്പൻ്റെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ 41ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷങ്ങളായി കലിദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സജ്ജനങ്ങളിൽ ഉത്തമമായ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സമന്വയിപ്പിക്കാനായി ഭാഗവത സത്രം നാടിൻ്റെ ഓരോ കോണുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ വർഷം ഭഗവാന്റെ നിശ്ചയം അഖില ഭാരത സത്രസമിതിക്ക് കൊടുത്ത നിയോഗം ഈ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ എല്ലാവരും ഒത്തുകൂടി സത്രം സ്വർഗായ ലോകായ ശൗനകാദി ഋഷീശ്വരന്മാർ ആരംഭിച്ചതുപോലെ ലോകത്തിൻ്റെ മംഗളത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു മഹാസത്രം ഇത്തവണ മഹാദേവൻ്റെ സന്നിധിയിലായി എന്നത് ഏറെ സന്തോഷം. കാരണം ഭാഗവതം 12ാമത്തെ സ്കന്ധത്തിൽ ഒടുവിലുള്ള അധ്യായത്തിൽ പറയും, വൈഷ്ണവാനാം യഥാ ശംഭു. വൈഷ്ണവന്മാർ കോടാനുകൂടി ഉണ്ടാവും പ്രപഞ്ചത്തിൽ. ഭഗവത് ഭക്തരുടെ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്താൽ അനന്തമായിരിക്കും അതിലെ പേരുകളൊക്കെ. എന്നാൽ ആദ്യത്തെ പേരുകാരൻ എപ്പോഴും പെരുന്തട്ട മഹാദേവൻ തന്നെയാവും. ഒരുപക്ഷെ മഹാദേവൻ തന്നെയാവാം.
ഈ സത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സമാപനമായ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ശ്രേഷ്ഠമായ ഭാഗവത സത്രത്തിൽ ഇന്നത്തെ സത്രദിനത്തിലെ സമാപന പ്രഭാഷണമാണ്. ഭക്തിയെക്കുറിച്ചാണ് ഇതുവരെയൊക്കെയും ആചാര്യന്മാർ പ്രഭാഷണം നടത്തിയത് എന്നറിയാൻ കഴിഞ്ഞു. എനിക്ക് വളരെ നേരത്തെ എത്തിച്ചേരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വഴിയിലെ ബ്ലോക്കും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം ഈ അവസാന കുറച്ച് സമയങ്ങളിലേ ഇവിടെ വരാൻ കഴിഞ്ഞുള്ളൂ. നല്ലൊരു പ്രഭാഷണം, നല്ല ഭാഷ, നല്ല ശൈലി, ഒരു അധ്യാപിക എന്നതുകൊണ്ടുകൂടിയാവാം ഒരു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുണ്ടാകുന്ന ഒരു തോന്നൽ ആ പ്രഭാഷണം കേൾക്കുമ്പോൾ ഉണ്ടായി. ഭക്തിയെക്കുറിച്ച് തന്നെയാണ് ഇതുവരെയും സത്രവേദിയിൽ ആചാര്യന്മാർ പറഞ്ഞിരുന്നത്. എന്നിലർപ്പിതമായിട്ടുള്ള വിഷയവും ഭഗവത് ഭക്തി എന്നത് തന്നെയാണ്. ഭക്തിയാ ഭാഗവതം ജ്ഞേയം. ഭക്തനും ഭഗവാനും ഭാഗവതവും ഇത് കൂടിച്ചേരുന്നിടത്ത് ഉത്തമമായ ഭക്തി നിറഞ്ഞു നിൽക്കുമെന്നാണ്. അത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയോ അമ്പലപ്പുഴക്കണ്ണൻ്റെ സന്നിധിയോ സത്രവേദിയോ മാത്രമാവില്ല. എവിടെ ഭാഗവതവും ഭഗവാനും ഭക്തനും കൂടിച്ചേരുന്നോ അവിടമാണ് ഭക്തിയുടെ ഉറവിടം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഏതൊരാചാര്യനും ഭക്തിയെക്കുറിച്ച് പറയാതെ അവരുടെ വിഷയം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ ആ ഒരു വിഷയം തന്നെ ലഭിച്ചു എന്നതുകൊണ്ട് എത്ര പറഞ്ഞാലും അധികമാവില്ലല്ലോ. ഭക്തിയെക്കുറിച്ച് തന്നെ നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഭാഗവതം ഭക്തിജ്ഞാനവിരാകാണാം സ്ഥാപനായ പ്രകാശിതം. എന്തിനു വേണ്ടി വേദവ്യാസ മഹർഷി വേദങ്ങളൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ 17 പുരാണങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ശ്രീമദ് ഭാഗവതം എന്നൊരു പുരാണത്തെ രചിച്ചു എന്ന് ചോദിച്ചാൽ, ഭാഗവതം രചിക്കാനുണ്ടായ താല്പര്യം കൊണ്ട് എന്നല്ല നമുക്ക് ഭാഗവത ഉത്തരം പറഞ്ഞത്. വേദങ്ങളെ ഉൾക്കൊള്ളാനുള്ള പാണ്ഡിത്യം, ജ്ഞാനം, വേദത്തിൻ്റെ ഭാഷ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തെ ജ്ഞാനതലത്തിലേക്ക് ഉയർത്താൻ പുരാണങ്ങളെ വേദവ്യാസ മഹർഷി രചിച്ചു. വളരെ രസകരമായ കഥകളുടെ രൂപത്തിൽ പറഞ്ഞിട്ടും ആ പുരാണങ്ങളൊന്നും ജനങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എന്ന് വന്നെടുത്താണ് ഭാഗവതം പോലൊരു പുരാണം രചിക്കേണ്ടി വന്നത്. അവിടെ മുഖ്യമായിട്ടും ചേർത്തത് ഭക്തിരസമായിരുന്നു എന്ന് നമുക്കറിയാം. വ്യാസവിരചിതമായ 17 പുരാണങ്ങളിൽ നിന്നും ഭാഗവതത്തിന് എന്താണ് ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മറ്റു പുരാണങ്ങൾക്ക് കൊടുക്കാത്ത ഒരു ഭക്തിയുടെ രസം ഈ ഭാഗവതത്തിൽ നന്നായി പകർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛനൊക്കെ ഭാഗവതത്തിൽ പറയും, ഭാഗവതത്തിൽ ഭക്തി മുഖ്യം. മറ്റെന്തിനേക്കാളും ഭാഗവതം കേൾക്കുന്നവർക്കും ഭാഗവതം കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ ഭക്തി മുഖ്യമാണ് എന്നവിടെ പറയും. ഭക്തി എന്ന രസത്തെ വളരെ ഭംഗിയായിട്ട് അനുഭവിപ്പിക്കാൻ ഈ ശ്രീമദ് ഭാഗവതത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പം സത്രവേദികൾ നമുക്ക് മാറ്റി നിർത്തിയാൽ സപ്താഹയജ്ഞങ്ങൾ സർവ്വസാധാരണമാണല്ലോ, അല്ലേ? എത്രയോ ക്ഷേത്രങ്ങളിലാണ്
സപ്താഹജ്ഞാന യജ്ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ചില സത്സംഗവേദികളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഭക്തി കൊണ്ടെല്ലാം മറക്കുന്ന ഒരു വല്ലാത്ത അനുഭൂതിയുടെ തലത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്ന ഒരവസ്ഥ. ഞാൻ ഇന്നലെ ഒരു സപ്താഹം സമർപ്പിച്ചത് ശരിക്കും അങ്ങനെയായിരുന്നു. കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ കീർത്തനങ്ങൾ പാടുമ്പോഴും നാമങ്ങൾ ചൊല്ലുമ്പോഴും എന്തിന് ഭഗവാന്റെ കഥകൾ പറയുമ്പോഴും ആ ഭക്തിരസത്തിൽ മുഴുകുന്ന ഒരു കൂട്ടം സജ്ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 7 ദിവസം ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. എല്ലാം മറക്കുന്ന ഒരു അനുഭൂതി തലത്തിലാണ് ആ നാട്ടിലെ സജ്ജനങ്ങൾ. അങ്ങനെ പലരും ഇപ്പം മറ്റൊരിടത്ത് നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്ര വലിയ ഭക്തിയെ ഇത്തരം സത്സംഗവേദികളിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. എന്താണ് ഭക്തി എന്നതിനൊക്കെ പലതവണ സജ്ജനങ്ങൾ ഉത്തരം കേട്ടിട്ടുണ്ടാവും. കേവലം അമ്പലത്തിൽ വരലോ അല്ലെങ്കിൽ ഒരു സത്സംഗവേദിയിൽ വന്നിരിക്കലോ മാത്രമല്ല ഭക്തി. പരമപ്രേമരൂപ ഭഗവാനോട് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന പരമപ്രേമത്തെയാണ് ഭക്തി എന്ന് വിളിക്കേണ്ടത്. നാരദഭക്തി സൂത്രത്തിൽ കിട്ടുന്ന ഉപദേശമാണ്. പരമപ്രേമം ഈശ്വരനോട്, ഗുരുവായൂരപ്പനോട്, ശ്രീമഹാദേവനോട് എപ്പോൾ നമ്മുടെ മനസ്സിൽ ജനിക്കുന്നോ അപ്പോഴാണ് പരമപ്രേമം, ആ ഭക്തി നമ്മളിലുണ്ടായതെന്നാണ്. അല്ലെ, പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ സജ്ജനങ്ങൾക്കത് മനസ്സിലാവും. കാണാൻ കഴിയാതെ നിൽക്കുന്ന ഓരോ നിമിഷവും മനസ്സ് പെടയുക. അല്ലെ, പ്രേമിക്കുന്നവരുടെ മനസ്സൊക്കെ അങ്ങനല്ലേ? അകന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ തോന്നുക. കാണാൻ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും പ്രയോജനപ്പെടുത്തുക. ഉള്ളു തുറന്നുള്ള ആ സംസാരം, ഇതൊക്കെ ഈശ്വരനോട് നമുക്കെപ്പോൾ ഉണ്ടാവുന്നോ അപ്പോഴാണ് പരമമായ ഭക്തി നമ്മളിൽ ജനിക്കുന്നത് എന്നാണ്. ശ്രീമദ് ഭാഗവതം ആരംഭത്തിൽ തന്നെ സൂതൻ പറയുന്നുണ്ട്, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച യഥഹേതുകം. വാസുദേവനായിരിക്കുന്ന ഭഗവാനിൽ പരമമായ ഭക്തി ജനിക്കുക നമ്മുടെ ഏതൊരു കർമ്മത്തിൻ്റെയും ആത്യന്തികവും പരമവുമായിട്ടുള്ള ലക്ഷ്യം അതാവണം എന്നാണ്. ഭക്തിക്ക് പല തലങ്ങളുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഏകാദശത്തിലെ നിമിനവയോഗി സംവാദം കേട്ടപ്പോൾ സജ്ജനങ്ങൾ കേട്ടു. ഉത്തമ ഭക്തിയുണ്ട്, മധ്യമ ഭക്തിയുണ്ട്, പ്രാകൃത ഭക്തിയുണ്ട്. ഏതൊരു ഭക്തിയും ആവട്ടെ, ഇപ്പം ഭക്തി കുറച്ച് പ്രാകൃതമായി അതുകൊണ്ട് മോശമായി എന്നൊന്നുമില്ല. നമ്മുടെ ഏത് ആധ്യാത്മികമായ സാധന കൊണ്ടും ഭക്തിയെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ താനെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കും ഭഗവാൻ. അതിന് പിന്നെ നമ്മുടേതായൊരു കഷ്ടപ്പാടോ നമ്മുടേതായൊരു കൂട്ടിച്ചേർക്കലോ പരിശ്രമമോ വേണ്ടിവരില്ല. ഭക്തി നേടിയെടുക്കാൻ ചിലപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമല്ലേ? വേണ്ടിവരില്ലേ? ഭാഗവതം സൂതൻ പറഞ്ഞു, ഭക്തി ജനിച്ചാൽ പിന്നെ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ താനെ നമ്മളിലേക്ക് കടന്നു വരുമെന്ന്. പക്ഷേ ഈ ഭക്തി വേണോ? ഇതുപോലെയുള്ള സത്സംഗവേദികളിലൊക്കെ പോയി ഇരിക്കേണ്ടി വരും. കുറേ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ജോലി തിരക്കുകളും ഒക്കെ മറക്കേണ്ടി വരും, മാറ്റിവെക്കേണ്ടി വരും. കുറച്ചൊക്കെ നാമം ജപിക്കേണ്ടി വരും, ക്ഷേത്രങ്ങളിൽ പോവേണ്ടി വരും, ഏകാദശി പോലുള്ള പുണ്യവ്രതങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഇതൊക്കെ ഭക്തിയെ നേടിയെടുക്കാൻ ഒരാൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഭക്തി നമ്മളിൽ ഉറച്ചാലോ, ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ച, പിന്നെ മറ്റൊന്നിനും നമ്മൾ കഷ്ടപ്പെടേണ്ടെന്നാണ്. ജ്ഞാനവും വൈരാഗ്യചിന്തയും
നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ പകരും. നമ്മളൊക്കെ കാണാറില്ലേ, ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും, ആചാര്യന്മാർ, അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചോ പഠിച്ചോ കേട്ടോ കിട്ടുന്ന ജ്ഞാനമല്ല പലപ്പോഴും അവരിലുണ്ടാവാറ്. അതിനൊക്കെ അതീതമായൊരു ജ്ഞാനതലത്തിലാണ് നമ്മുടെയൊക്കെ മഹാ ആചാര്യന്മാർ നിൽക്കാറ്. ഏതൊരു മഹാചാര്യനെയും നിങ്ങൾ നോക്കിക്കൊള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ മുതൽ ചട്ടമ്പിസ്വാമികൾ മുതൽ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ ഏതൊരു ആധ്യാത്മിക ആചാര്യൻ്റെയും ജീവിതത്തിൽ അവർ നേടിയെടുക്കുന്ന ജ്ഞാനം കേവലം സ്കൂളുകളിലോ ക്യാമ്പസുകളിലോ പുസ്തകങ്ങളിലോ അനുഭവങ്ങളിലോ നിന്ന് മാത്രം കിട്ടുന്നതല്ല. ഈ ശുദ്ധമായ ഭക്തി കൊണ്ടും സാധന കൊണ്ടും അവരിലേക്ക് ഈശ്വരൻ പകരുന്നതാണ് ജ്ഞാനം. അപ്പം അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഉദാഹരണം അമൃതാനന്ദമയി ദേവിയാവും. സ്കൂൾ വിദ്യാഭ്യാസം മാത്രം, അതും പ്രൈമറി വിദ്യാഭ്യാസം മാത്രം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇതുപോലെ സത്സംഗങ്ങൾ നടക്കുന്ന പുണ്യ സ്ഥലങ്ങളിൽ കൊച്ചു കൃഷ്ണ വിഗ്രഹവുമായിട്ട് ചെന്നിരുന്ന് കഥകൾ കേൾക്കും, പറ്റുമ്പോഴൊക്കെ കീർത്തനങ്ങൾ പാടും. ആ അമ്മയിലേക്ക് ഭഗവാൻ ശരിയായ ഭക്തിയെ ഉറപ്പിച്ചു കൊടുത്തതോടെ ഇന്നിപ്പോൾ ജ്ഞാനത്തിൻ്റെ മറ്റൊരു തലത്തിലാണല്ലേ. വലിയ രാഷ്ട്രതന്ത്രജ്ഞന്മാർ, വലിയ നിയമവിദഗ്ധന്മാർ, വലിയ സയൻറ്റിസ്റ്റുകൾ, ഇവരൊക്കെ അവരുടെ സംശയം തീർക്കാൻ ഇന്നിപ്പോൾ ആ അമ്മയെ സമീപിക്കാറുണ്ടെന്നാണ്. ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കോ ഒരു വരിയോ ഒരു സ്പർശനവോ അവരുടെ മനസ്സിലെ സംശയങ്ങളെ ദൂരീകരിക്കുന്നു എങ്കിൽ സജ്ജനങ്ങളെ, ഈ ജ്ഞാനം അത് ശുദ്ധമായ ഭക്തിയിലൂടെ നേടിയെടുത്ത ജ്ഞാനമാണ്. ഇത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം ഒരു കഥാരൂപത്തിൽ പറഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ഭക്തി എന്ന അമ്മ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ജ്ഞാനവൈരാഗ്യങ്ങളായ മക്കളുള്ളത് എന്ന് ഭാഗവത മാഹാത്മ്യം കഥാരൂപത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ ഇരുന്ന് ഞാൻ ഈ ഭാഗവത പുരാണം കേൾക്കണം എന്ന് ഭക്തിമാതാവ് ചോദിക്കുമ്പോൾ സനകാദി ഋഷീശ്വരന്മാർ പറയും, ഈ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്ന ഹൃദയത്തിലേക്ക് അമ്മ പ്രവേശിച്ചോളൂ. അന്നു മുതൽ സത്സംഗവേദിയിൽ വരുന്ന സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ആ ഭക്തി എന്ന അമ്മയുണ്ട്. ആ അമ്മയോടൊപ്പം ആരുകൂടിയുണ്ട്? ഭക്തിപുത്രന്മാരായ ജ്ഞാന വൈരാഗ്യങ്ങളുമുണ്ട്. അപ്പം ശരിയായ ജ്ഞാനതലത്തിലേക്ക് ഉയരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഭക്തി. ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ആധ്യാത്മികമായ വിജ്ഞാനം നേടിയെടുക്കാൻ കഴിഞ്ഞ ആളുകൾ ഭക്തിയെ പാടെ നിരാകരിക്കുന്നൊരു കാഴ്ച പലപ്പോഴും സങ്കടത്തോടുകൂടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തോ ഭക്തിയും ഭക്തിയുടെ പ്രകടനങ്ങളും ഭക്തി കൊണ്ടൊരാൾ ചെയ്യുന്നതുമൊക്കെ വളരെ അബദ്ധമാണ്, കേവലം ജ്ഞാനത്തിൻ്റെ സമ്പാദനം മാത്രമാവണം സത്സംഗം എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന പല പല അനുഭവങ്ങളുണ്ട്. ജ്ഞാനം വളരെ പ്രധാനമാണ് എന്നതുപോലെ തന്നെ ഈ ഭക്തിയെ നമുക്ക് വിട്ടുകളയൽ സാധ്യമല്ല അല്ലേ. ഈ വേദിയിലേക്ക് ഞാൻ കയറുമ്പോൾ ആദ്യം തന്നെ മുകളിലത്തെ പടിയിൽ ചവിട്ടാൻ എനിക്ക് സാധിക്കുമോ? ഈ വേദിയിലിരുന്ന് പ്രഭാഷണം പറയണമെന്നുണ്ടെങ്കിൽ ഈ മുകളിലത്തെ പടിയിലൂടെ തന്നെ ഇവിടെ വരണമായിരിക്കും. പക്ഷേ അതിനാദ്യം ഏത് പടിയെ ഞാൻ സഹായമായിട്ട് സ്വീകരിക്കണം? ഏറ്റവും താഴ്ന്ന പടിയിലൂടെ ചവിട്ടി തന്നെ മുകളിലേക്ക് കയറണം. അപ്പോൾ ഉത്തമമായ ഭക്തിയെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയണം. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ സൂതൻ പറയും, ഭക്തിയെ നേടിയെടുക്കാൻ കഴിയാത്ത നമ്മുടെ ആധ്യാത്മികമായ കർമ്മങ്ങളൊക്കെ ശ്രമയേവഹി കേവലം,
വെറും വ്യായാമം പോലെ, വെറും അധ്വാനം മാത്രമായിട്ട് ഇത് ചുരുങ്ങും. എന്താ വാക്ക്? ശ്രമ ഏവ ഹി കേവലം. രാവിലെ മുതൽ ഒരാചാര്യൻ ഈ സത്രവേദിയിലിരുന്ന് പ്രഭാഷണം ചെയ്യുന്നു. പറയുന്ന ആചാര്യൻ്റെ ഉള്ളിലോ കേൾക്കുന്ന സജ്ജനങ്ങളുടെ ഉള്ളിലോ ഭക്തിയെ ജനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. രാവിലെ മുതൽ ആ ആചാര്യൻ ചെയ്ത കർമ്മം ഒരു വ്യായാമം, ഒരു അധ്വാനമായിട്ട് ചുരുങ്ങുന്നു. സജ്ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഈ സത്രത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നു. ഈ കർമ്മങ്ങൾ കൊണ്ട് ക്രമേണയാണെങ്കിലും ഭക്തിയെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശ്രമയേവ ഹി കേവലം. അതിനൊരു ഉദാഹരണം ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നും രാവിലെ ഈ പെരുന്തട്ട മഹാദേവൻ്റെ സന്നിധിയിൽ വന്ന് നിർമാല്യം തൊഴുന്നൊരു ഭക്തനുണ്ടെന്ന് വിചാരിക്കൂ. മുടങ്ങാതെ വരുന്ന ആളാണ്. 365 ദിവസവും ഒരു വർഷം വരും. പക്ഷേ വർഷങ്ങൾ ഒരുപാട് വന്നു, പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു, തീർത്ഥം സേവിച്ചു. ഈ ആളിൻ്റെ മനസ്സിലൊരു ഭക്തിയുടെ ലാഞ്ചന പോലും ഉണ്ടായില്ല എന്ന് വന്നാൽ ആ ഭക്തൻ്റെ മഹാദേവൻ്റെ സന്നിധിയിലേക്കുള്ള വരവും പ്രദക്ഷിണവും അവൻ്റെ നമസ്കാരവും എന്തുമാത്രമായി? ശ്രമയേവ ഹി കേവലം. ഇവൻ എന്നും രാവിലെ ശരീരം കൊണ്ട് ചെയ്യുന്നൊരു വ്യായാമത്തിന് തുല്യമായിരുന്നു ഈ മഹാദേവൻ്റെ മുന്നിൽ വന്നുള്ള നമസ്കാരം, മഹാദേവൻ്റെ സന്നിധിയിലുള്ള പ്രദക്ഷിണം. വ്യക്തമാവുന്നുണ്ടോ സജ്ജനങ്ങൾക്ക്? ഭക്തിയെ നേടിയെടുക്കാൻ കഴിയാത്ത കർമ്മം വെറും അധ്വാനം മാത്രമാണ്. റോഡിലൂടെയൊക്കെ കയ്യും വീശി നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ? അവരുടെ നടപ്പ് എന്തിനാ? വെളുപ്പാങ്കാലത്തൊക്കെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കാണാം കുറേയധികം ആളുകൾ അലാറം വച്ച് എഴുന്നേറ്റ്, കാറ്റാവട്ടെ, മഞ്ഞാവട്ടെ, മഴയാവട്ടെ, ഇരുട്ടാവട്ടെ നടക്കും. അവരുടെ നടപ്പിൻ്റെ ലക്ഷ്യം എന്താ? കൊളസ്ട്രോൾ കുറയണം, പ്രഷർ നോർമലാവണം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞത് 2 കിലോമീറ്റർ ദിവസവും നടന്നില്ലെങ്കിൽ നീ ചിലപ്പോൾ ഉടനെ മരിക്കും. ഈ ഭയം കൊണ്ട് ഇവൻ റോഡിൽ നടക്കുന്നതും നമ്മൾ ആദ്യം പറഞ്ഞ ആൾ പെരുന്തട്ട മഹാദേവൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം ചെയ്യലും തുല്യ ഫലം കിട്ടും. അല്ലേ? ഇവിടെ വന്നവൻ്റെയും പ്രഷർ നോർമലായിട്ട് നിൽക്കും, ഇവിടെ വന്നവൻ നമസ്കരിച്ചവൻ്റെയും കൊളസ്ട്രോള് ലെവലാവും. അതിനാണോ അവൻ്റെ വരവ്? അല്ല. അപ്പം നമ്മുടെ ഏത് ആധ്യാത്മികമായ കർമ്മങ്ങളിലും ഭക്തി എന്നതിന് മുഖ്യമായൊരു സ്ഥാനമുണ്ട്. ആ ഭക്തിയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഭാഗവതത്തിൻ്റെ ആദ്യ അന്തമുള്ള കഥകൾ നമ്മൾ നോക്കിക്കോളൂ. ഭക്തി കൊണ്ട് ഭഗവാനെ നേടിയെടുത്ത എത്രയോ ഭഗവത് ഉപാസകരെ നമുക്ക് കാണാമല്ലേ? ഇപ്പോൾ ധ്രുവൻ്റെ ചരിതം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്നൊരു ചെറിയ ദുഃഖത്തിൽ നിന്നാണ് തുടക്കം. അച്ഛൻ്റെ മടിയിലിരിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ദുഃഖം ധ്രുവനെ ഉത്തമ ഭക്തനാക്കി മാറ്റി. വെറും 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്ന അത്ര വലിയ ഭഗവത് ഉപാസകനാക്കി മാറ്റി എന്നല്ലേ കഥയിൽ. അപ്പം നമ്മളെയൊക്കെ ഉത്തമ ഭക്തനാക്കി തീർക്കാൻ ഭഗവാൻ ഏതെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ ചെയ്യാവോ, ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളെ നമുക്ക് തരാവോ, അതൊക്കെ ഭഗവാൻ പരിശ്രമിക്കുന്നുണ്ടെന്നാണ്. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറെന്താ? ഈ ഭഗവാന് എന്നോട് എന്തോ വല്ലാത്തൊരു വിരോധമാണ് എന്നൊക്കെ ചിന്തിക്കുമല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലല്ല നമുക്ക് ചില അനുഭവങ്ങൾ വരുന്നത് എങ്കിൽ പലരും ചിന്തിക്കുന്നത് അങ്ങനെ. എന്താ, ഞാൻ എന്നും അമ്പലത്തിൽ പോയിട്ട്, ഞാൻ ഈ സത്രവേദികളിലൊക്കെ പോയിട്ട് എനിക്ക് ഈ അനുഭവം വന്നത്? ഇതിന് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഉത്തരം, ജീവിതത്തിൽ ഭഗവാൻ നമ്മളെ ചില അനുഭവങ്ങൾ തന്ന് രൂപപ്പെടുത്തിയെടുക്കുന്നു.
നല്ലൊരു ഭക്തനാക്കി ധ്രുവനെ എങ്ങനെയാണോ ഭഗവത് ഉപാസകനാക്കി മാറ്റാൻ ധ്രുവൻ്റെ ജീവിതത്തിൽ ഒരനുഭവം, ഒരു ദുഃഖകരമായ അനുഭവം കൊടുത്തത്, അതുപോലെ ഈശ്വരൻ നമുക്കും ചില അനുഭവങ്ങൾ തരുന്നു. ആ അനുഭവങ്ങളെ നമ്മൾ ആ അർത്ഥത്തിൽ സ്വീകരിച്ചാൽ ഒരിക്കലും ഭഗവാനോട് നമുക്കൊരു എതിർപ്പോ വിരോധമോ ഇല്ല. അല്ലേ? എനിക്ക് ദുഃഖകരമായൊരനുഭവം തന്നത് എൻ്റെ മനസ്സ് ഗുരുവായൂരപ്പനിൽ ഉറപ്പിക്കാനാണ് എന്ന് ചിന്തിച്ചാൽ പിന്നെ ആ അനുഭവത്തിൽ ഗുരുവായൂരപ്പനോടൊരു പിണക്കവോ പരിഭവമോ ഉണ്ടാവുമോ? ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളെ ഈശ്വരൻ തന്നത് എന്നെ ഒന്ന് നന്നായി പരുവപ്പെടുത്തണം. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും എന്നെ ഭംഗിയായിട്ടൊന്ന് ഒരുക്കണം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മാവ് ഭംഗിയായിട്ട് കുഴച്ചെടുക്കണ്ടേ? അമ്മമാർക്കൊക്കെ അറിയാം. അത് പാകത്തിന് വെള്ളമൊക്കെ ഉപ്പൊക്കെ ചേർത്ത് ഇത്ര സമയം തയ്യാറാക്കി വച്ചിട്ട് ചപ്പാത്തി പരത്തിയാൽ ആ കഴിക്കുന്നവർ പറയും നല്ല മൃദുലമായ ചപ്പാത്തി, 2 എണ്ണം കൂടി കഴിക്കാം എന്നൊക്കെ പറയും. അല്ലേ? ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ കല്ലുപോലെ ഇരിക്കും, പരുവപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മളെ നന്നായി ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക എന്നതിനാണ് ചില അനുഭവങ്ങളെ തന്ന് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരിക. ഗുരുവായൂരപ്പന് കൃഷ്ണൻ എന്നൊരു പേര്. ആ കൃഷ്ണൻ എന്ന വാക്കിന് എന്താ സജ്ജനങ്ങളെ അർത്ഥം? കർഷയത്തെ ഇതി കൃഷ്ണ, തൻ്റെ സമീപത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നവൻ ആരോ അവനാണ് കൃഷ്ണൻ. ആകർഷിച്ച് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഭഗവാൻ ഒന്നല്ല പല മാർഗങ്ങളറിയാം. ഇരുമ്പ് കാന്തത്തിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സിനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരാൻ ചിലപ്പോൾ ഭഗവാന് ചില ഇത്തരം അനുഭവങ്ങളും വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഞങ്ങളൊക്കെ സത്സംഗവേദിയിൽ പോകുമ്പോൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണിത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് തിരുമേനി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൂടെ വരുന്നത്? അറിഞ്ഞ് ഞാനൊരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടില്ലല്ലോ, എന്നിട്ടോ എന്തുകൊണ്ടിങ്ങനെ അനുഭവം? ഇപ്പം എന്താ ഉത്തരം? നമ്മളെ ഭഗവാൻ ചിലതൊക്കെ പഠിപ്പിക്കലാണ്. ഭാഗവതത്തിൻ്റെ ആദ്യ ദിനം കുന്തിമാതാവിൻ്റെ വലിയൊരു പ്രാർത്ഥനയില്ലേ? വിപാതഃ സന്തുന ശശ്വതത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽ സ്യാത് അപുനർഭവദർശനം. കണ്ണാ, എൻ്റെ ജീവിതത്തിൽ നീ ആപത്തുകൾ തന്നോളൂ, എനിക്കൊരു പരാതിയുമില്ല, മതി എന്ന് ഞാൻ പറയില്ല. ആപത്തുകൾ തരൂ. ആ ആപത്തുകൾ എന്നെ എന്തിനു സഹായിക്കും? വേദന വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, വിഷമഘട്ടത്തിലെത്തുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ ഈ ദുഃഖം എന്നെ, ഈ ഭയം, ഈ വേദന, ഈ രോഗം എന്നെ സഹായിക്കുമെങ്കിൽ അതും അങ്ങെനിക്ക് തന്ന പ്രസാദമായി കണ്ട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കുന്തിമാതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ ഒരുപക്ഷെ നാളെയൊക്കെ നമുക്ക് വർണ്ണിച്ച് കേൾക്കാം. അപ്പോൾ അവിടെ പറയും, അജഗരം എന്ന പെരുമ്പാമ്പൊരു ഗുരുവാണ്. തൻ്റെ മുന്നിലേക്ക് വരുന്ന എന്തിനെയും അതിൻ്റെ ഗുണദോഷങ്ങൾ നോക്കാതെ കിട്ടുന്നതിനെ സ്വീകരിക്കുന്ന പെരുമ്പാമ്പ് എങ്ങനാണോ അതുപോലാവണം ഒരു ഈശ്വര ഉപാസകൻ, മോക്ഷകാമി. ആഹാരത്തിൻ്റെ കാര്യത്തിലാണ് പെരുമ്പാമ്പ് എന്തിനേയും ഒരുപോലെ കണ്ട് സ്വീകരിക്കുന്നതെങ്കിൽ നമ്മളോട് അവധൂത ബ്രാഹ്മണൻ പറഞ്ഞു, ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ഏതൊരനുഭവങ്ങളെയും, അത് നല്ല അനുഭവങ്ങളോ കുറച്ച് ദുരനുഭവങ്ങളോ ആവട്ടെ, ആ 2 അനുഭവങ്ങളെയും സമമായി കണ്ട് സ്വീകരിക്കാനുള്ള ഒരവസ്ഥ മനസ്സിനുണ്ടാക്കുക. ഈ അടുത്തൊരാചാര്യം പറഞ്ഞ് ഞാൻ കേട്ടു, സമം എന്ന മനസ്സിൻ്റെ അവസ്ഥ തെറ്റലാണ് വിസമം. സമം അതിൻ്റെ വിപരീത പദം
വിസമം. ഈ വിസമം നമ്മൾ പറഞ്ഞ് എന്തായി? വിഷമം. അല്ലേ? മനസ്സിൻ്റെ സമമല്ലായിക. എഴുത്തച്ഛനൊക്കെ കീർത്തനത്തിൽ പറയും, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. ജീവിതത്തിലുണ്ടാവുന്ന അനുഭവങ്ങളെ, അതേത് തരത്തിലുള്ള അനുഭവമായാലും അതിനെയൊക്കെ ഈശ്വരൻ തരുന്നതായി കണക്കാക്കാൻ ഒരു ഈശ്വരോപാസകന് കഴിയണം. ന പ്രശംസേത് ന നിന്ദേത. പ്രശംസ കിട്ടുമ്പോഴും നിന്ദ കിട്ടുമ്പോഴും ഒരുപോലെ മനസ്സിനെ സമമായിട്ട് നിർത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ വിജയിച്ചു എന്നൊക്കെയാണ് പറയാറ്. ഇന്ന് നമുക്ക് പുരസ്കാരം തന്നവർ തന്നെ നാളെ നമുക്ക് എന്ത് തരാനിടയാവും? തിരസ്കാരം തന്ന് നമ്മളെ വിഷമിപ്പിച്ചേക്കും. നോക്കൂ, അവിടെ മനസ്സിനെ നിർത്തുക. ഒരുപോലെ ശുദ്ധമായ ഭക്തി കൊണ്ടും ആധ്യാത്മികമായ സാധന കൊണ്ടും സജ്ജനങ്ങളെ മനസ്സിൻ്റെ രൂപപ്പെടലാണ് വേണ്ടത്. അതിന് കിട്ടുന്ന ഏത് മാർഗങ്ങളും നമ്മൾ വിനിയോഗിക്കുക. അത് ശുദ്ധമായ ഭക്തിയാണോ, അത് പ്രാകൃതമായ ഭക്തിയാണോ നോക്കേണ്ടതില്ല. ധ്യാനയോഗവോ കർമ്മയോഗവോ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഈ മനസ്സിൻ്റെ ഉറപ്പിക്കലാണ് വേണ്ടത്. മനോനിഗ്രഹകർഷിത. ഏകാദശ സ്കന്ധത്തിലൊക്കെ ഭാഗവതം പറയുന്നത് മനോനിഗ്രഹം വരുത്തണം. ഇന്നൊരു 100,000 വിഷയങ്ങളിലേക്ക് ഒരേ സമയം ചാടിക്കളിക്കുന്ന മനസ്സിനെ ഒന്നിലേക്ക് മാത്രം, ഈശ്വരനിലേക്ക് മാത്രമായിട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ എല്ലാ തരത്തിലും വിജയിച്ചവനാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കലാണ് നമ്മൾ ഇത്തരം സത്സംഗങ്ങളിലൂടെയും ശീലിക്കൽ. ഇപ്പോൾ 1 മണിക്കൂർ 1.25 മണിക്കൂർ സമയം ഈ ഭാഗവതവുമായി ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പറയുന്ന എൻ്റെ മനസ്സ് നിർബന്ധമായിട്ടും എന്തിൽ തന്നെ ഉറയ്ക്കണം? ഈ ഒരു വിഷയത്തിലും ഭഗവാനിലും ഭക്തിയിലും ഉറയ്ക്കണം. മനസ്സ് മറ്റെവിടെയെങ്കിലും പോയിട്ട് ഞാൻ ഈ പ്രഭാഷണം പറഞ്ഞാൽ പിന്നെ ഒന്നും ബന്ധമില്ലാതായി പോവും. ഇപ്പോൾ കുറഞ്ഞ പക്ഷം കേൾക്കുന്നവരുടെ മനസ്സിനെ ഇവിടെ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ പോലും, ഇവിടെ ഉള്ളവരങ്ങനാണെന്നല്ല, പലരും മനസ്സിനെ ഇവിടെ നന്നായി ഉറപ്പിക്കാൻ ശീലിച്ചവരാണ്, കഴിഞ്ഞിട്ടുള്ളവരാണ്. നമ്മൾ ഈ ആധ്യാത്മിക സത്രം കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗ ആധ്യാത്മിക പുംസാം മനസ സംഗ്രഹസ്മൃത. മനസ സംഗ്രഹസ്മൃത. മനസ്സിനെ ഒതുക്കണം. ഇതിപ്പോൾ അടുത്ത ദിവസം ഭിക്ഷുവിൻ്റെ ഗീത വർണ്ണിക്കുമല്ലേ. ജീവിതത്തിൽ വലിയ മോശമായ അനുഭവങ്ങളിലൂടെ ഒരു ഭിക്ഷു ബ്രാഹ്മണൻ കടന്നു പോകുമ്പോൾ, ജനങ്ങൾ ദ്രോഹിക്കുമ്പോൾ, ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാവോ ആ രീതിയിലൊക്കെ പീഡിപ്പിക്കുമ്പോൾ അതിനോടൊന്നും ആ ബ്രാഹ്മണൻ പ്രതികരിച്ചില്ല എന്നതാണ് ആ ബ്രാഹ്മണൻ്റെ യോഗ്യത. തന്നെ ദ്രോഹിക്കുന്ന ജനങ്ങളെ അദ്ദേഹം വിരോധത്തോടെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലെന്നാണ്. കാരണം ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നോക്കൂ, നമ്മൾ ഭക്തിയുടെ പ്രാധാന്യത്തെയാണ് പറഞ്ഞു തുടങ്ങിയത്. ആ ഭക്തിയിലൂടെ, ജ്ഞാനത്തിലൂടെ, വൈരാഗ്യത്തിലൂടെ നമ്മൾ എത്തുന്നത് മനസ്സീശ്വരനിൽ ഉറപ്പിക്കാനുള്ള വിദ്യ പഠിക്കലാണ്. ആധ്യാത്മിക വിദ്യ എന്നാൽ അത് തന്നെയാണ്. ഈ മനസ്സിനെ മറ്റൊന്നിലേക്കും വിടാതെ ഈശ്വരനിലേക്ക് മാത്രമായിട്ട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്തിലേക്കും കൂടിക്കലരാൻ ഈ മനസ്സിന് ഒരു പ്രത്യേക സിദ്ധിയുണ്ട്, ഇല്ലേ? ശരീരം ഈ സത്ര സത്സംഗവേദിയിലിരിക്കുമ്പോഴും വേണമെങ്കിൽ ഈ മനസ്സിനെ എവിടെ കൊണ്ടുപോവാം? നമ്മുടെ നാട്ടിലോ വീട്ടിലോ കൊണ്ടുപോവാം, അല്ലേ? അമേരിക്കയിൽ നമ്മുടെ ഒരു ബന്ധു ഉണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സവിടെ പോയിട്ട് തിരിച്ചു വരില്ലേ?
മനസ്സങ്ങനെ വേഗത്തിൽ പോകുന്നതും തിരിച്ചു വരുന്നതുമായൊരു സാധനമാണ്. ആ മനസ്സിനെ ഒന്നിലേക്ക് മാത്രമായിട്ട് ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര നിസ്സാരമായിട്ട് ഒരാൾക്ക് സാധിക്കുന്നതല്ല. കഠിനമായ പരിശ്രമം വേണം, അഭ്യാസം കൊണ്ട് സാധിക്കാത്തതില്ല. അപ്പം അതിൽ ഭക്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ഭക്തിയുടെ വിഭേദങ്ങളൊക്കെ പറയുമ്പോഴാണ് ചിലർ പ്രാകൃത ഭക്തനെ ആയിട്ടുള്ളൂ. വിഗ്രഹങ്ങളിലെ അവനിപ്പോൾ ഈശ്വരനെ കാണാൻ പറ്റുന്നുള്ളൂ. ഒന്നുകിൽ ഒരു വിഗ്രഹം വേണം, ഒരു പ്രതിമ വേണം, ഒരു ചിത്രം വേണം, ഒരു സാളഗ്രാമം വേണം, അല്ലേ, ഒരു ജപമാല വേണം. എങ്കിലേ ആ ആളിന് ഭഗവാനെ തൻ്റെ അടുത്ത് കിട്ടിയ അനുഭൂതി ഉള്ളൂ. എങ്കിൽ അവൻ പ്രാകൃത ഭക്തനായി. ഇപ്പം നമ്മളൊക്കെ പറയില്ലേ, ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുക, പ്രൈമറി തലത്തിൽ പഠിച്ച് ജയിച്ചെങ്കിലേ 1-ാം ക്ലാസ്സിലെത്താൻ കഴിയൂ. അവിടെ നന്നായി പഠിച്ച് പരീക്ഷ ജയിക്കുമ്പോഴേ 2ലേക്ക് പടിപടിയായിട്ടുള്ളൊരു ഉയർച്ചയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ മധ്യമഭക്തിയായി, പിന്നെ ഉത്തമഭക്തിയായി. ഉത്തമഭക്തിയുടെ തലത്തിലേക്ക് വരുമ്പോൾ അപ്പം അവിടെ കാണുന്നതൊക്കെ സർവഭൂതേഷു യപ്പശ്യേത് ഭഗവദ്ഭാവമാത്മനാ. അല്പം മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ രമണ മഹർഷിയുടെ ഒരു അനുഭവം, ശിഷ്യൻ്റെ ചോദ്യത്തിന് കൊടുത്ത മറുപടി പറഞ്ഞില്ലേ, എല്ലാറ്റിലും ഒരേ ഈശ്വരൻ്റെ ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്, ഞാനും ഗുരുവായൂരപ്പനും രണ്ടല്ല, ഞങ്ങളൊന്നാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഭക്തിയുടെ പാരമ്യ തലത്തിലേക്ക്, ഉത്തമഭക്തിയുടെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ അവിടെ സാധിക്കും. അപ്പോൾ ഒന്നിനെയും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. നാമം ജപിക്കാനൊക്കെ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി ഭക്തിയെ നമുക്ക് വേണ്ടതുപോലെ പരിപോഷിപ്പിക്കാം. അജാമിളൻ്റെ കഥയൊക്കെ പറയുമ്പോൾ ഓരോ സത്സംഗവേദിയിലും എത്രയാ സജ്ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളലെന്നോ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഭാഗവതത്തിലെ മറ്റേതെങ്കിലും ഒരു ഉപദേശമോ മറ്റേതെങ്കിലും ഒരു അവധൂത ഗീതയോ ഭിക്ഷുഗീതയോ ഒക്കെ പറയുന്നതിനേക്കാൾ അജാമിളൻ്റെ കഥയൊക്കെ പറഞ്ഞ് കേൾക്കുന്ന അവസരത്തിൽ അറിയാതെ ആ ഭക്തൻ്റെ ഹൃദയത്തിലേക്ക് ഈശ്വരനെക്കുറിച്ചുള്ള ബോധം കയറി ചെല്ലും. അതവൻ്റെ മുഖത്ത് പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം കഥകളിലൂടെ മാത്രം സഞ്ചരിക്കാനല്ല ഭാഗവതം എങ്കിലും ആ കഥകൾ കേട്ട് അതിനോട് ക്രമേണ നമുക്കൊരു താല്പര്യം വരിക. കൊച്ചുകുട്ടികളെ അമ്മമാർ ഭംഗിയായിട്ട് നടക്കാൻ പഠിപ്പിക്കാറില്ലേ? എങ്ങനെയാ ചെയ്യാറ്? നന്നായി കുട്ടികൾ ഓടി നടക്കാൻ പഠിക്കൽ എങ്ങനെയാ? പഠിപ്പിക്കലാ. അത് കുഞ്ഞ് പിച്ച വയ്ക്കേണ്ട പ്രായമാവുന്നതോടെ കുഞ്ഞിന് വളരെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം, മിഠായി, ബലൂൺ അമ്മയോ അച്ഛനോ ഒക്കെ അവരുടെ കൈ എത്തുന്നതിലും ദൂരെ കൊണ്ടുവയ്ക്കുമല്ലേ. പലതവണ അത് എടുത്തു തരാൻ പറഞ്ഞ് കുഞ്ഞ് വാശി പിടിക്കും. അമ്മ അതെടുത്ത് കൊടുക്കാതെ വരുമ്പോഴോ പിന്നെ അവൻ സ്വയം അതെടുക്കാൻ ശ്രമിക്കും. പിടിച്ചെഴുന്നേക്കും, ഒരു ചുവട് വയ്ക്കും, കാല് തെന്നും, രണ്ടാമത്തെ ചുവട് വയ്ക്കും. പലതവണ വീണും നടന്നും ഒടുവിൽ അവൻ ഭംഗിയായിട്ട് ഓടി നടക്കാൻ പഠിക്കുന്നത് പോലെ ഈ ഭക്തി, നാമജപം, ഈശ്വര ഉപാസന, ഭഗവത് സ്മരണം, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ശരിയായ ജ്ഞാനതലത്തിലേക്ക് എത്താൻ കഴിയൂ. ഭഗവാൻ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കലാണെന്നാണ്. ചിലരുടെ ജീവിതത്തിൽ അവന് വളരെ വിലപ്പെട്ട ചില സാധനങ്ങൾ ഭഗവാൻ അവൻ്റെ കയ്യിലേക്ക് നേരിട്ട് കൊടുക്കാതെ കുറച്ചത് ദൂരെ മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മൾ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം പറഞ്ഞില്ലേ, കുഞ്ഞിന് മിഠായി വളരെ ഇഷ്ടമാണെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. ഈ ബലൂൺ കളിപ്പാട്ടം അവന് ജീവനാണെന്നറിയാം. അതെടുത്ത് കൊടുക്കാതെ അമ്മ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവനിത് ഭംഗിയായിട്ട് നടന്ന് അതെടുത്ത്
ഭംഗിയായിട്ട് ഓടി നടക്കാൻ പഠിക്കണമല്ലേ? ഇതുപോലെ ഈശ്വരൻ ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചിലർക്ക് സമ്പത്തിനോടാണ് ജീവിതത്തിൽ അമിതമായ ആഗ്രഹം. അത് ഭഗവാൻ അവർക്ക് വേണ്ടതുപോലെ നിറയെ കൊടുക്കാതെ കുറച്ച് അകറ്റി മാറ്റി വയ്ക്കുക. ചിലപ്പോൾ ഇവന് കാണാൻ പറ്റുന്ന അത്ര അടുത്ത് തന്നെ ഉണ്ടാവും. ഇതെനിക്ക് തരണേ എന്ന് പറയാനാവും ഇവൻ ഭഗവാന്റെ അടുത്ത് വരുന്നത്. പലതവണ ഈശ്വര സന്നിധിയിൽ വരുമ്പോൾ എന്തുണ്ടാവും? അറിയാതൊരു ബന്ധം വരുമല്ലേ? ഇപ്പം നമ്മളൊക്കെ ഈ ഭാഗവതവും ഭഗവതുപാസനയുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ആയിരുന്നോ? ആവില്ല. ആദ്യമൊന്നും വലിയ താല്പര്യത്തിലാവില്ല ഇത്തരം സത്സംഗങ്ങളിൽ പോയിരുന്നത്. ചിലപ്പോൾ അന്ന് അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ നിർബന്ധിച്ചിട്ടാവുമല്ലേ നമ്മളൊരു പ്രഭാഷണം കേൾക്കാനൊക്കെ പോയിരുന്നിട്ടുള്ളത്. അന്ന് ഇതുപോലെ നമുക്ക് ദേഷ്യം വന്നൊരു സമയമില്ല. ഈ പ്രഭാഷണം ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്നൊക്കെ അന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രഭാഷണമൊക്കെ കേട്ടു തുടങ്ങിയ ആളുകളൊക്കെ പിന്നെ എന്തായിട്ട് മാറി? പിന്നെ വലിയ സത്രങ്ങളിലൊക്കെ വന്നിരുന്ന് ഗംഭീര പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് മാറി. പലതവണ ഇതിനോട് ബന്ധപ്പെടുമ്പോൾ അറിയാതെ നമുക്കതിനോടൊരു മാനസികമായ അടുപ്പം. ഇപ്പം നമുക്ക് നമ്മുടെ വീടിനോടോ നാടിനോടോ നമ്മുടെ കുട്ടികളോടോ ഒക്കെ ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു ബന്ധമുണ്ടെന്ന് പറയാറില്ലേ? അല്ലേ? വലിയൊരു യാത്രയൊക്കെ നടത്തി നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് അനുഭവമല്ലേ? സ്വന്തം വീട്ടിനുള്ളിൽ കയറുമ്പോൾ മറ്റൊരിടത്തും കിട്ടാത്തൊരു സുരക്ഷിതത്വം തോന്നൽ. കൂടുതൽ സമയം നമ്മൾ എന്തിനോടുകൂടിയാണോ ചേർന്ന് നിൽക്കുന്നത് അതുമായിട്ടാണ് നമ്മുടെ മനസ്സ് ബന്ധപ്പെടൽ, ഒരു ലയിച്ച് ചേരൽ. അത് ഭാഗവതവും ഈശ്വരനാമവും ഈശ്വരീയമായ കർമ്മങ്ങളുമായിട്ട് കൂടിച്ചേരാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അറുത്ത് മുറിച്ച് മാറ്റാൻ കഴിയാത്ത ബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഭാഗവതം ഭക്തി അവനൊരു ലഹരിയാണെന്നൊക്കെ ചിലരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? എവിടെ സപ്താഹം ഉണ്ടെന്നറിഞ്ഞാലും എവിടെ സത്രം നടന്നാലും അവിടെ പോയിരുന്നാലേ സമാധാനമുള്ളൂ. ചില അമ്മമാരെ അങ്ങനെയാണ്. ഒരു പ്രദേശത്ത് ഏത് യജ്ഞശാലയിൽ ചെന്നാലും ആ അമ്മമാർ കാണും. കാരണം എന്താ? രാവിലെ എഴുന്നേറ്റാൽ അന്വേഷണം എന്താണെന്നോ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സപ്താഹമുണ്ടോ, പത്രമൊക്കെ കിട്ടിയാൽ പ്രാദേശിക പേജ് എടുത്ത് നോക്കും. എവിടെയാണ് ഇന്ന് ഭദ്രദീപ പ്രകാശനം നടന്നിട്ടുള്ളത്, എനിക്ക് പോവാൻ പറ്റുന്ന സ്ഥലമാണോ? അവിടെ ചെന്നിരിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു സമാധാനം. ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരക്കിട്ട മത്സ്യം എങ്ങനാണോ അതുപോലെ കിടന്നു പെടയും. മനസ്സൊരു പെടയലാണ്. ഈ മനസ്സിൻ്റെ പെടച്ചിലുണ്ടാവുന്നത് പലതവണ ഈശ്വരനോട് നമ്മൾ അടുക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ ആധ്യാത്മികമായ സത്സംഗങ്ങളിൽ ഭക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രഹ്ലാദനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. നവധാഭക്തി ഭാഗവതത്തിൽ പ്രഹ്ലാദൻ തരുന്ന ഉപദേശമാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണൗ ഭക്തിശ്ചേന്നവലക്ഷണ. നവലക്ഷണ ഭക്തിയുടെ 9 ലക്ഷണങ്ങൾ. ശ്രവണം. എന്തിനാ ഈ അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രസമിതി വർഷത്തിൽ 1 or 2 ഒക്കെ തവണ ഓരോ ഗ്രാമത്തിലും സത്രം സംഘടിപ്പിക്കൽ? അപ്പം അതുപോലെ പലരും സത്രങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാ? ശ്രവണം. അനേകം ആചാര്യന്മാരിൽ നിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് വരുന്ന പ്രഭാഷണങ്ങൾ കേട്ട് അവരിൽ ഭക്തി ജനിക്കട്ടെ.
ഒരു ഭാഗവത സത്രം ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്തിൽ നടന്നു കഴിയുമ്പോൾ ആ പ്രദേശത്തിന് ഭക്തിയിൽ നല്ല വർധനവ് വരണം. ഭക്തിയിലേക്കൊരു വലിയ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ഇത്തരത്തിലുള്ള ആധ്യാത്മികമായ സപര്യ സത്കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രമുഖമായ സ്ഥാനമുണ്ട്. 41 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആശയം രൂപപ്പെട്ടു വന്നു. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ പോലെയുള്ള മഹാനുഭാവന്മാരായ ആളുകൾ ശ്രീമദ് ഭാഗവത സത്രം നിർബന്ധമായും വർഷത്തിലൊരിക്കലെങ്കിലും നടന്നിരിക്കണം എന്ന് തീരുമാനമെടുക്കാൻ, അന്നീ ത്രികാലജ്ഞാനമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. ആ മഹാത്മാക്കൾക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? ഒരു പ്രദേശത്തെ മുഴുവൻ ശുദ്ധീകരിച്ചെടുക്കുന്നതിൽ ഇത്തരം ജ്ഞാനഭക്തി സത്സംഗങ്ങൾക്ക് പ്രമുഖമായൊരു സ്ഥാനമുണ്ട്. മഹാത്മ്യത്തിൽ പറയും, സാധൂനാം ദർശനം ലോകേ സർവഥ അഖഹരം പരം. സാധൂനാം ദർശനം. ഈ പെരുന്തട്ട മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് സത്രം ആരംഭിച്ച് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു. ഈ സത്രവേദിയിൽ എത്ര മഹാത്മാക്കളായ ഭാഗവതോപാസകർ, ആചാര്യന്മാർ മാത്രം എന്നല്ല, ഭാഗവതത്തെ അറിയുന്നവർ, ഭാഗവതത്തെ പഠിക്കുന്നവർ, ഭാഗവതത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ഭഗവാന് പ്രിയപ്പെട്ടവർ എത്രയോ പേര് വന്നിട്ടുണ്ടാവും. സാധൂനാം ദർശനം ലോകേ സർവഥ അഖഹരം പരം. സജ്ജനങ്ങളെ ദർശിക്കുന്നതിലൂടെ, അവരുടെ ഒരു നോട്ടം നമ്മളിൽ പതിയുന്നതിലൂടെ നമ്മളിലെ പാപങ്ങൾ നശിക്കും, നമ്മളിലേക്ക് ആ ഗുണങ്ങൾ വന്നു ചേരും എന്നാണെങ്കിൽ ഇത്തരം സത്രങ്ങളും സത്സംഗങ്ങളും അത്യന്താപേക്ഷിതമല്ലേ? വളരെ കുറച്ച് സജ്ജനങ്ങൾക്ക് ഇപ്പോൾ ഈ സത്രവേദിയിൽ ഇങ്ങനെ വന്നിരിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും ഈ വർഷം അഖില ഭാരത സത്രസമിതി ഇത് സമൂഹ മാധ്യമങ്ങളിൽ വീട്ടിലിരുന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു നല്ല അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും ഈ ഓൺലൈൻ വഴിയുള്ള ലിങ്ക് കയറി ഈ പ്രഭാഷണങ്ങൾ പരമാവധി കേട്ടു. ഇനി ഈ സത്രം കഴിഞ്ഞാലും നമുക്കിത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം, അല്ലേ? കേൾക്കാനുള്ള അവസരം നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നില്ല. ശ്രവണം ഒന്നാമത്തെ മാർഗമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞത് ശ്രവണമാണ്. കീർത്തനവും മനനവും ആത്മസമർപ്പണവും ഒക്കെ അത് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ പുരാണങ്ങളെ കേൾക്കലും അറിയലും പ്രഭാഷണങ്ങൾ കേൾക്കലുമൊക്കെ നമ്മളിൽ ഉത്തമമായ ഭക്തിയെ ജനിപ്പിക്കാൻ കാരണമായി തീരും. ആ ഭക്തിയിലൂടെ നമുക്ക് ജ്ഞാനതലത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ധ്രുവൻ്റെ കഥ തന്നെ നമുക്കൊന്നുകൂടി സ്മരിക്കാം. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ മടിയിലിരിക്കാൻ കഴിഞ്ഞില്ല എന്ന നമുക്ക് ചെറിയ ദുഃഖം, ധ്രുവന് വലിയ ദുഃഖം. ആ വലിയ ദുഃഖം വന്ന ധ്രുവൻ 12 അക്ഷരമുള്ള മന്ത്രം 6 മാസം ജപിച്ചെന്ന നാരദോപദേശമനുസരിച്ച് ഭഗവാൻ വിഷ്ണു മധുവനത്തിൽ വന്ന് ദർശനം കൊടുത്തതോടെ ധ്രുവൻ സ്തുതിക്കുന്ന സ്തുതി നമ്മൾ കേട്ടിട്ടില്ലേ? എത്ര ഗംഭീരമാണല്ലേ! ഒരു ഗുരുകുലത്തിലും പോവാത്ത ധ്രുവൻ, വെറും 5 വയസ്സുകാരൻ, ഒരു വേദമോ ഒരു ശാസ്ത്രമോ ഒരു പുരാണമോ പഠിക്കാത്ത ധ്രുവൻ, യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സംജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എത്ര ഗംഭീരവാസ്തുതി! യോന്തപ്രവിശ്യ, ധ്രുവൻ തന്നെ പറയുന്നു,
എന്നിൽ നിന്നിപ്പോൾ സ്തുതി രൂപത്തിൽ പുറത്തേക്ക് വരുന്ന ഈ വാക്കുകൾ എന്താ? എൻ്റെ വാക്കുകളല്ല, എൻ്റെ ജ്ഞാനമല്ല. യോന്തപ്രവിശ്യ, അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് എന്നിൽ നിന്ന് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നു. ഈ ജ്ഞാനം ധ്രുവന് ലഭിച്ചത് എവിടെ നിന്നാണ് സജ്ജനങ്ങളെ? ഉത്തമമായ ഭക്തി കൊണ്ടല്ലേ? പ്രഹ്ലാദസ്തുതിയുണ്ടല്ലേ ഭാഗവതത്തിൽ, എത്രയെത്ര ഗംഭീരവ. ഒരു 6 വയസ്സുകാരൻ 7 വയസ്സുകാരൻ അസുരക്കുട്ടി ഉഗ്ര നരസിംഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴുകൈകളോടെ നരഹരിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പം നമ്മൾ അറിയേണ്ടത് ഉത്തമമായ ഭക്തിയുടെ തലത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുക. ശ്രവണവും കീർത്തനവും പറ്റുന്നില്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഒരു മാർഗം സ്വീകരിക്കാൻ പ്രഹ്ലാദൻ പറഞ്ഞു. ഈ സത്രമൊക്കെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവസാനിപ്പിക്കും, എല്ലാവരും പിരിയും. പിന്നെ ഒരു സത്രം വിളിച്ചു കൂട്ടൽ. അപ്പം അതുവരെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്തു മതി? സ്മരണം, സ്മരിക്കുക. ഭാഗവതത്തിൽ പറയും, ഹരിസ്മൃതി സർവവിപദ്വിമോക്ഷണം. ഹരിസ്മൃതി, ഹരിയെക്കുറിച്ച് ഗുരുവായൂരപ്പനെ നമ്മൾ സ്മരിച്ചാൽ എന്തു മതി? സർവവിപദ്വിമോചനം എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ അനുഗ്രഹം നമുക്ക് ഭഗവാൻ തരും. സ്മരണയും അതുകൊണ്ട് ഉത്തമമായൊരു മാർഗമാണെന്നാണ്. ശരീരം കൊണ്ട് ഇത്തരം സത്ര സത്സംഗവേദികളിൽ വരാൻ കഴിയാത്ത അനവധി ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പ്രായം കൊണ്ട് തളർന്നവർ, രോഗം കൊണ്ട് തളർന്നവർ, ജീവിതത്തിൽ ഇതിനൊന്നിനും സമയം കണ്ടെത്താൻ കഴിയാത്തവർ, പല തരത്തിലാളുകളുണ്ടാവും. പക്ഷേ ശരീരം കൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും, സത്രവേദിക്കുള്ളിൽ വന്നില്ലെങ്കിലും, മനസ്സുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സ് ഈശ്വരനിൽ ഉറപ്പിക്കാൻ കഴിയില്ലേ? ഇല്ലേ? ആ മനസ്സിനെ ഉറപ്പിക്കലാണ്, മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കലാണ് പ്രധാനം. നാരദ മഹർഷി ധ്രുവൻ്റെ മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ പറഞ്ഞ് പഠിപ്പിച്ച് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മധുവനത്തിലേക്ക് പോകുമ്പോൾ ധ്രുവൻ ആ രൂപത്തെ നന്നായി ധ്യാനിച്ചു. 6 മാസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്തു. ധ്രുവൻ്റെ കൺമുന്നിൽ ഇറങ്ങി നിന്നു. ആര് കണ്ടില്ല? ധ്രുവൻ അത് കണ്ടില്ല. ധ്രുവൻ അപ്പോഴും മനസ്സിൽ പ്രകാശിക്കുന്ന ഭഗവത് രൂപത്തെ ധ്യാനിക്കൽ തന്നെയാണ്. ഏകാഗ്രഭക്തി, ഏകാഗ്ര ഭഗവത് ഭജനം, അതിനൊക്കെ ഒരു നല്ല ഉദാഹരണം ധ്രുവനാകട്ടോ, ഗുരുനാഥനാണ് നമുക്ക് ധ്രുവൻ. ഏകാഗ്രതയൊക്കെ ധ്രുവനിൽ നിന്ന് വേണം പഠിക്കാൻ. കുറേയധികം സമയം കാത്തു നിന്ന് നോക്കി വിഷ്ണു, രക്ഷയില്ല. ഈ കണ്ണൊന്ന് തുറന്ന് ദർശനം കൊടുത്തെങ്കിലേ പ്രാണവായു ഭൂമിയിൽ തിരിച്ചെത്തൂ. അപ്പോൾ ഒരുപാട് സമയം ഭഗവാന് കാത്തു നിൽക്കാനും വയ്യ. ഒടുവിൽ ഭഗവാൻ എന്ത് ചെയ്തെന്നാ? ധ്രുവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന നാരദ മഹർഷി പറഞ്ഞു പഠിപ്പിച്ച ഭഗവത് രൂപത്തെ മായ്ച്ചു കളഞ്ഞു, മറച്ചു കളഞ്ഞു. 6 മാസമായിട്ട് മായാത്ത ഭഗവത് രൂപം പെട്ടെന്ന് മറഞ്ഞതെന്താണെന്നറിയാൻ ധ്രുവൻ കണ്ണു തുറക്കുമ്പോഴാണ് കൺമുന്നിലുണ്ട് ആ രൂപം. ഏകാഗ്രത, ഭഗവത് സ്മരണത്തിന് ആരാ ഗുരു? ധ്രുവന. വേറെ ഏതെങ്കിലും ഒരു ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പലതും ഭഗവാൻ ഭക്തൻ്റെ മുന്നിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ പ്രകാശിക്കുന്ന ഭഗവത് രൂപത്തെ മറക്കേണ്ടി വരലൊക്കെ. ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ ഭഗവാൻ പറയും, എന്നെ സ്മരിക്കുന്നവരുടെ മനസ്സിൽ ഞാനേ ഉള്ളൂ. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മരതശ്ചിത്തം
മയ്യേവ പ്രവിലീയതേ. അർജുന, വിഷയചിന്തകളോട് കൂടിയവൻ, അവൻ എത്ര സത്രവേദിയിലിരുന്നാലും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുന്നിൽ പോയിരുന്നാലും അവൻ്റെ ഹൃദയത്തിൽ ഞാനില്ല, വിഷയചിന്തകളേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ ഈശ്വരനുള്ളവൻ എവിടെയിരുന്നാലും മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇതൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത് എന്തിനാ? ആ സ്മരണയിലൂടെയെങ്കിലും, മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ടെങ്കിലും നമുക്ക് ആ ഭക്തി, ഭഗവത് അനുഗ്രഹത്തെ നേടിയെടുക്കാൻ കഴിയണം എന്ന് പറയാനാണ്. അപ്പം ഏത് മാർഗത്തിലും മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കുക. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 9ാമത്തെ മാർഗത്തെ സ്വീകരിച്ച ഭക്തനാണ് ബലി എന്ന ഇന്ദ്രസേനൻ. ആത്മനിവേദനം. ദാനം കൊടുത്താൽ അടുത്ത നിമിഷം എൻ്റെ ലോകം മാത്രമല്ല, എൻ്റെ സമസ്ത ഐശ്വര്യങ്ങളും നഷ്ടപ്പെടും. ആരാ പറഞ്ഞത്? ഗുരു ശുക്രാചാര്യരാ. ഇതെല്ലാം നേടിക്കൊടുക്കാൻ കാരണമായ ഗുരുനാഥൻ പറഞ്ഞു, ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടും, നീ ദാനം കൊടുക്കണ്ട, കള്ളം പറയൂ. ആത്മസമർപ്പണം ചെയ്തു. എല്ലാം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോഴും ആ ഈശ്വരന് സർവസ്വവും സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുത്ത ഇന്ദ്രസേനൻ എന്ന ബലി വരെയുള്ള മാതൃകകളെ ഭാഗവതം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. ഏതെങ്കിലും ഒരു മാർഗത്തെ നമ്മൾ അവലംബിക്കൂ. ഇപ്പം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒന്നല്ല പല വഴികളുണ്ട് എന്നാണല്ലോ. ഒരു ക്ഷേത്രത്തിന് പല പല വാതിലുകൾ. എന്താ? ശ്രീകോവിലിനൊരു വാതിലേ ഉണ്ടാവൂ. പക്ഷെ ഒരു ക്ഷേത്രത്തിലേക്കൊരു സാധാരണ ഭക്തന് കയറാൻ ഒന്നല്ലല്ലേ. കിഴക്ക് ഭാഗത്തൊരു പ്രധാന വാതിൽ വയ്ക്കും, പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ വാതിലുകളുണ്ടാവും. എന്തിനു വേണ്ടിയാ? ഇതിലേത് വഴിയാണോ അവൻ എളുപ്പം സ്വീകാര്യം, ഇഷ്ടപ്പെട്ടത്, ആ വഴിയിലൂടെ അവൻ സഞ്ചരിക്കട്ടെ. അത് ഏകാദശത്തിലൊക്കെ പറയുമ്പോൾ ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നൊക്കെ യോഗമാർഗങ്ങളായിട്ടും പറയും. ഏത് വഴിയിലൂടെ നമ്മൾ പോയാലും എത്തുന്നത് ഒരീശ്വരൻ്റെ നടയ്ക്ക് മുന്നിലാണ് എന്നതുപോലെ ഈ മാർഗങ്ങളിൽ ഏതെങ്കിലും നമ്മളും ജീവിതത്തിൽ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മാർഗം, അതിനെ നമ്മൾ വേണ്ടതുപോലെ അറിഞ്ഞ് അതിനിത്തരം സത്സംഗങ്ങളും ആചാര്യന്മാരുടെ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് ആധ്യാത്മികമായ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരിക. ജ്ഞാനം മോശമാണ് എന്നൊരിടത്തും ഈ പ്രഭാഷണത്തിൽ പറഞ്ഞില്ല. ഭക്തിയെ മോശമായിട്ട് കണ്ട് നമ്മൾ പോവരുത് എന്നേ പറഞ്ഞുള്ളൂ. ജ്ഞാനത്തിന് തന്നെയാണ് നമ്മുടെ സത്സംഗം. ഭാഗവതം സമർപ്പിക്കുമ്പോൾ പറയും, ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. ജ്ഞാനം പരം ഗീയതേ. ഈ ഭാഗവതത്തിലൂടെ പാടിയത്, പറഞ്ഞത് മുഴുവൻ എന്താ? ശരിയായ ജ്ഞാനം, പരമമായ ധർമ്മം. അതിലൂടെ ജ്ഞാനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരൽ തന്നെയാണ്. ദ്വാദശത്തിൽ പറയാറില്ലേ, ഈ കഥകൾ എവിടെ നടന്നു, ഇത് സംഭവിച്ചോ സംഭവിച്ചില്ലേ, ഇതിൻ്റെ തെളിവുകളോ യുക്തികളോ അന്വേഷിച്ച് പോവാനല്ല ഭാഗവതത്തിൻ്റെ കഥകളെ ഞാൻ പറഞ്ഞതെന്ന് വ്യാസമഹർഷി തന്നെ ഒടുവിൽ പറയും. എന്തിനാ? ശരിയായ ജ്ഞാനത്തെ നമുക്ക് പ്രദാനം ചെയ്യാനാണ് ഭാഗവതം. അപ്പം ഭാഗവതത്തെ അറിയാൻ
നമുക്ക് ഭക്തി ആവശ്യമാണ്. ആ ഭക്തിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പറ്റിയൊരു ഗുരുനാഥനെ ഈശ്വരൻ നമ്മുടെ സമീപത്ത് കൊണ്ടുവരും. ഇല്ലേ, കൈകളിലേക്ക് പിടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയാറില്ലേ? ഇപ്പോൾ സുനിൽ ജിക്കൊക്കെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയും. ജീവിതത്തിൽ എപ്പോൾ സംശയം വരുന്നോ അപ്പോഴൊക്കെ ഭക്തിപൂർണമായ ജീവിതത്തിലൂടെ പോകുമ്പോൾ ഒരു ഗുരുനാഥൻ മുന്നിലേക്ക് വരികയാണ്. പിന്നെ ആ ഗുരുനാഥൻ നയിക്കുന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തൽ. ആദ്യം നമ്മുടെ മനസ്സിൽ അതിനൊരു താല്പര്യം, ആ വഴിയിലേക്ക് പോവാനുള്ള ഒരു ഒരുക്കം. ഗുരുനാഥനെ നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കാലമാവുമ്പോൾ ഉത്തമനായ ഗുരുനാഥനെ ഭഗവാനാ നമ്മുടെ മുന്നിൽ കൊണ്ടുവരൽ. അന്ന് നമുക്ക് വേണ്ട ജ്ഞാനം ആ ഗുരുനാഥനാ പകർന്നു തരൽ. ചിലപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ നേരിട്ടിറങ്ങി വന്നെന്നും വരും. ഒരു വ്യക്തിയാവാതെ ഒരനുഭവമായിട്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ ഭക്തരായവർ അനവധിയില്ലേ? ഇതൊന്നും ഇല്ലാത്തതാണ്, കെട്ടുകഥയാണ്, ഈശ്വരനില്ല, അമ്പലമില്ല, പ്രസംഗിച്ചു. ജീവിതത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഒരനുഭവം അവനുണ്ടാക്കി കൊടുത്തു. പിന്നെ അവൻ ഉത്തമ ഭക്തനായി, ജ്ഞാനിയായി. എത്ര ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. അപ്പം അങ്ങനെയും ഗുരുനാഥൻ നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ ശരിയായൊരു ഭക്തിമാർഗം, അതിലേക്ക് നമുക്ക് പോവാൻ ഭാഗവത സത്രം പോലെയുള്ള സത്സംഗങ്ങൾ നമ്മളെ സഹായിക്കും. ഞാൻ പറഞ്ഞു തുടങ്ങിയതിലേക്ക് തന്നെ ഒടുവിലും വന്ന് നിർത്തട്ടെ. നമ്മളിലുള്ള എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങളെ കഴുകിക്കളയാനാവണം ഇത്തരം സത്സംഗങ്ങൾ. കലിദോഷങ്ങളില്ലായ്മ ചെയ്യാൻ എന്ന വാക്കാണ് എന്നിലൂടെ ഭഗവാൻ പറയിപ്പിച്ചത്. ഞാൻ ആ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കട്ടെ. ഈ സത്രത്തിൽ സംബന്ധിച്ചു എന്നതുകൊണ്ട് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെടുന്നവർക്കും ഒക്കെ എന്താ ഉണ്ടാവേണ്ടത്? നല്ലൊരു മനസ്സിൻ്റെ ശുദ്ധീകരണം വരട്ടെ. ആ ശുദ്ധമായ മനസ്സിലേക്ക് ഭഗവാൻ ഉത്തമമായ ഭക്തിജ്ഞാന വൈരാഗ്യ വിവേകങ്ങളെ നിറയ്ക്കട്ടെ. നമുക്ക് വളർന്നു വരുന്നൊരു തലമുറയെ കൂടി അങ്ങനെ ഭംഗിയായിട്ട് ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ഇത്തരം അനേകം സത്രങ്ങൾ ലോകമെമ്പാടും നടക്കാനിടവരട്ടെ. അതിന് ശ്രീ ഗുരുവായൂരപ്പനും പെരുന്തട്ട മഹാദേവനും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. 41ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെയും ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ വലിയ ആനന്ദം, അഭിമാനമൊക്കെയുണ്ട്. ഭാഗവതം പകർന്നു തന്ന അച്ഛനമ്മമാരും പിന്നെ ജീവിത വഴിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള എല്ലാ ഗുരുനാഥന്മാരും അവരുടെയൊക്കെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, അതാണ് ഓരോ തവണയും ഈ സത്രവേദിയിലെത്താൻ കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക. സാധൂനാം ദർശനം, ഇവിടെ വരുമ്പോൾ ആചാര്യന്മാർക്കും അനുഭവിക്കാൻ കഴിയുന്നത് സജ്ജന സംഘമാണ്. ആ സജ്ജന സംഘം ഈ വർഷവും അനുഭവിക്കാൻ കഴിഞ്ഞു. ഈ സത്രസമിതിയോടുള്ള നിസ്സീമമായ കടപ്പാട്, സ്നേഹം കൂടി അറിയിക്കുന്നു. വിശിഷ്യ സത്രബന്ധു ബ്രഹ്മശ്രീ നാരായണസ്വാമി അവറുകൾ, അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൂടി വാങ്ങിക്കൊണ്ട് ഈ പ്രഭാഷണം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു.